ഒരു മിനിറ്റ് കൊണ്ട് ഗെയിമിൽ ഒരു 4 മാർക്ക് കൂട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? വേണമെങ്കിൽ പറ്റുന്നതാണ് ഉത്തരം. അത് എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കീമില് ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഒരു 4 ഇക്വേഷൻസ് ആയിട്ട് തരും. എന്നിട്ട് ചോദിക്കും ഇതിൽ ഏത് ഇക്വേഷനിലാണ് കെ സി ഈക്വൽ ടു കെ പി. ഓക്കെ, ഇത് ഇക്വിലിബ്രിയം ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ഈ കെ സി കെ പി എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, കെ പി എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ പ്രഷർ, പി കെ സി എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ കോൺസെൻട്രേഷൻ. അത്രേ ഉള്ളൂ. അപ്പൊ ആ ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിടക്കുന്നുണ്ട്, കെ സി ഈക്വൽ ടു കെ പി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ജി. ഈ ഡെൽറ്റ എൻ ജി എന്നൊക്കെ കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട, സിമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ കൂടെ തന്നെ നമുക്കത് സംസാരിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അതായത് 2 കാർബൺ മോളിക്യൂൾസ് എടുത്തു, ഒരു ഓക്സിജൻ മോളിക്യൂൾ എടുത്തു, അത് 2 കൂടെ മിക്സ് ചെയ്ത് എനിക്ക് കിട്ടും 2 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പൊ ഞാൻ മോളിന്റെ കണക്ക് പറഞ്ഞാൽ ശരിയാവും. 2 മോള് കാർബൺ എടുത്തു, 1 മോള് ഓക്സിജൻ എടുത്തു, എനിക്ക് 2 മോള് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാർബൺ എടുത്തിരിക്കുന്നത് സോളിഡ്, എസ് എന്ന് പറഞ്ഞാൽ സോളിഡ്, ജി എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആണ്, നമ്മൾ ലിക്വിഡിനെ അല്ലെന്നും പറയും. ഓക്കെ, അപ്പൊ എൻ ജി പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ഇൻ ഗ്യാസിയസ് സ്റ്റേറ്റ്. ആ സംഭവം ഡെൽറ്റ ജി നമ്മൾ ഇവിടെ എന്താ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സിൽ എത്ര എണ്ണം ഉണ്ടാവുന്നുണ്ട്? 2 എണ്ണം അല്ലെ. റിയാക്ടൻസ് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 2 ഉണ്ട്, 1 ഉണ്ട്. പക്ഷെ ഇത് കണക്ക് കൂട്ടില്ല, കാരണം സോളിഡ് ആയി, നമുക്ക് ഗ്യാസസ് മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 1 ഉള്ളൂ, ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ. അതിന്റെ അടുത്ത് എന്താ 1 എണ്ണം. അപ്പൊ മൈനസ് 1 ഇട്ടു, എത്ര 1 വരല്. അപ്പൊ ഈ ക്വസ്റ്റനിൽ ഞാൻ ഈ സംഭവം എന്താ പറയാ, എലാബറേറ്റ് ചെയ്ത് എഴുതി എന്താ വരിക? കെ സി ഈസ് ഈക്വൽ ടു കെ പി ആർ ടി റേസ് ടു 1. ആർ ടി റേസ് ടു 1 എത്ര? ആർ ടി തന്നെയാണ്. അപ്പൊ ഇത് ഇങ്ങനെ മാറും. അപ്പൊ കെ സി ഈസ് ഈക്വൽ ടു കെ പി ആർ ടി വരും. അതേസമയം ഞാൻ ഈ ഒരു ഇക്വേഷനിലാണ് ഈ ഒരു കളി കളിക്കുന്നത് വെച്ചാൽ എന്താ ഉണ്ടാവുക? 2NO ഇക്വിലിബ്രിയം N2 പ്ലസ് O2 ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇതൊക്കെ ഗ്യാസിയസ് സ്റ്റേറ്റിലാണ്. ഇവിടുത്തെ കേസ് എടുത്താൽ ഇവിടെ എത്ര ഉണ്ട്? റിയാക്ടൻസ് ഇതാ അല്ല, പ്രൊഡക്ട്സ് ഒരെണ്ണം വെച്ചിട്ട് 2 എണ്ണം ഉണ്ടാവുന്നുണ്ട് അല്ലെ. റിയാക്ടൻസ് നോക്കുമ്പോൾ അത് 2 മോൾസ് തന്നെയാണ് ഉള്ളത്. എത്രയായി? 0 ആയി. അപ്പൊ മാത്സിൽ നമ്മളൊരു പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്, ഏതൊരു സാധനം എടുത്തിട്ടും ഏതൊരു സംഖ്യ റേസ് ടു 0 ആയാലും അത് എത്രയാണ്? 1 ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ 100 റേസ് ടു 0 എടുത്താലും അത് 1 ആണ്. 1 കോടി റേസ് ടു 0 എടുത്താലും 1 ആണ്. 1 റേസ് ടു 0 എടുത്താലും എത്രയാണ്? 1 ആണ്. അപ്പൊ അത് ഞാൻ ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്ത് എന്താ വരിക? കെ സി ഈസ് ഈക്വൽ ടു കെ പി. ഈ മൊത്തം 1 ആയി പോയി. അപ്പൊ 1 എത്രയായി? കെ സി ഈസ് ഈക്വൽ ടു കെ പി. അത്രേ ഉള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഇതിൽ വരുന്ന വേറെ 2 എക്സാമ്പിൾ ഏതൊക്കെയെന്ന് ചോദിക്കുന്നത്, എക്സാമ്പിളിൽ കാണുന്ന 2 എക്സാമ്പിൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഈ ഹൈഡ്രജനും അയഡിനും വെച്ചിട്ടുള്ള വേറെ എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ 1 മോളിക്യൂൾ ഹൈഡ്രജൻ 1 മോളിക്യൂൾ അയഡിനും എടുക്കുന്നു, നമുക്ക് കിട്ടുന്നു 2 മോളിക്യൂൾ HI. ഓക്കെ, 2 ഒക്കെ ഗ്യാസ് സ്റ്റേറ്റിലാണ്. അപ്പൊ ഇതേപോലെ 2 മൈനസ് 2 വരും, 0 വരും. അതേപോലെ വേറൊരു കേസ് എന്താണ്? NO2 നമ്മൾ എടുക്കുന്നു, SO2 എടുക്കുന്നു, നമുക്ക് SO3 കിട്ടുന്നു, NO2 കിട്ടുന്നു.